നാട്ടിൻപുറത്തെ ഗവൺമെന്റ് സ്കൂളിൽ നിന്നും ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പദവിയിലേക്ക് ജസ്റ്റിസ് സൂര്യകാന്ത് 2025 നവംബർ 24-ന് ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലാവധി 2027 ഫെബ്രുവരി 9 വരെ നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1962 ഫെബ്രുവരി 10-ന് ഹരിയാനയിലെ ഹിസാർ ജില്ലയിലെ പെത്വാർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1981-ൽ ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജ് ഹിസാറിൽ നിന്ന് ബിരുദവും 1984-ൽ മഹർഷി ദയാനന്ദ് യൂണിവേഴ്സിറ്റി റോഹ്തക്കിൽ നിന്ന് നിയമ ബിരുദവും പൂർത്തിയാക്കി. 1984-ൽ ഹിസാർ ജില്ലാ കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ച അദ്ദേഹം 1985-ൽ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിലേക്ക് മാറി. 2000 ജൂലൈ 7-ന് ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി അദ്ദേഹം നിയമിതനായി. തുടർന്ന് 2001 മാർച്ചിൽ സീനിയർ അഡ്വക്കേറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2004 ജനുവരി 9-ന് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ സ്ഥിരം ജഡ്ജിയായി നിയമിക്കപ്പെട്ടതിനു ശേഷം 2011-ൽ കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം നിയമത്തിൽ മാസ്റ്റർ ബിരുദം നേടി. പിന്നീട് 2018 ഒക്ടോബർ 5-ന് അദ്ദേഹം ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റു. 2019 മെയ് 24-ന് ഇന്ത്യയുടെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്തപ്പെട്ടു. അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുടെ പേരിൽ അദ്ദേഹം ചർച്ചകൾക്ക് വിധേയനായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓൺലൈൻ കൊമേഡിയന്മാർക്കും ഡിജിറ്റൽ കണ്ടന്റ് നിർമ്മാതാക്കൾക്കുമെതിരെ നടത്തിയ പരാമർശങ്ങൾ ഓൺലൈൻ ആവിഷ്കാരത്തോടുള്ള ജുഡീഷ്യറിയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് പൊതു ചർച്ചകൾക്ക് വഴിവെച്ചു.